Meet the editors. നമ്മുടെ ചോദ്യം ഇതാണ്, RSS ഇടഞ്ഞു. ഉണ്ണിബാലകൃഷ്ണൻ, RSSന്റെ ഒരു വലിയ ഇടയലായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെ കാരണം വെച്ചാൽ RSSന്റെ ഈ പ്രതിഷേധമെന്ന് പറയുന്നത് അടുത്ത ദിവസങ്ങളിൽ രൂപപ്പെട്ടു വന്നൊരു പ്രതിഷേധമൊന്നുമല്ല. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റുകളിലേക്ക് ഒതുങ്ങിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന RSS ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കൃത്യമായ കാരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണല്ലോ മോഹൻ ഭഗവത് പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ശരിയായ സേവകന് അരഗൻ്റാകാൻ കഴിയില്ല, അഹങ്കാരിയാകാൻ കഴിയില്ല എന്നാണ്. അതിനെയൊക്കെ പല രീതിയിൽ അത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പ്രസ്താവനയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ RSSന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ ചില വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും നോക്കൂ, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ടേക്ക് RSSന് ഒരു നിയന്ത്രണവും ഇല്ലാത്തൊരു അധികാര സംവിധാനമാണ് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഈ പറയുന്ന BJP, അല്ലാതെ BJPയുടെ ഫീൽഡ് ഫോഴ്സ് അല്ല RSS എന്ന് പറയുന്നത്. അപ്പോൾ RSSന്റെ നിയന്ത്രണത്തിലായിരുന്നു എക്കാലവും BJPയുടെ ഭരണ നേതൃത്വം ഉണ്ടായിരുന്നത്. അത് വാജ്പേയി ആയിരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർ പല സമയത്ത് കലഹിച്ചിട്ടുണ്ട് വാജ്പേയിയുമായിട്ട്. ഇപ്പോൾ സുദർശനെ പോലെയുള്ള RSSന്റെ ഈ പറയുന്ന സർസംഘചാലകൻ നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘപരിവാറിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഘടനയായിരുന്നു സ്വദേശി ജാഗരൺ മഞ്ച്. സ്വദേശി ജാഗരൺ മഞ്ചൊക്കെ അന്ന് വാജ്പേയി സർക്കാരിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ആസിയാൻ കരാറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഇവിടെ മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് പത്രസമ്മേളനം വരെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പോസിഷൻ ഉണ്ടാകണം, ഓപ്പോസിഷനെ അംഗീകരിക്കണമെന്നാണ് മോഹൻ ഭഗവത് പറയുന്നത്. ഈ ഓപ്പോസിഷനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഓപ്പോസിഷൻ എന്ന് പറയുന്നതിനെ കൗണ്ടർ സൈഡ് എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ, ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് മാത്രമല്ല മറ്റൊരു വശം കൂടി ഉണ്ടാകും, അതാണ് കൗണ്ടർ സൈഡ്. അത് പറയാനൊരു ഓപ്പോസിഷൻ ഉണ്ടാകണം, അവരെ ബഹുമാനിക്കണം. ഇതൊക്കെ ആർക്കുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ? ഇവിടെ ആരാണ് ഓപ്പോസിഷനെ ബഹുമാനിക്കാതിരുന്നത്? ഓപ്പോസിഷനിലുള്ള നേതാക്കളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് ആരാണ്? അവർക്കെതിരെയൊക്കെ കേസുകൾ എടുത്തിട്ടത് ആരാണ്? അപ്പം ആ വിമർശനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് നരേന്ദ്രമോദിക്ക് നേരെ തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, RSSന്റെ ഒരു സുപ്രീമസി 2014 മുതലില്ല. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, മോദിയെ സംബന്ധിച്ച് എത്ര വിമർശനമുണ്ട് എങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും പോപ്പുലറായിട്ടുള്ള സംഘപരിവാർ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അത് ശ്യാം പ്രസാദ് മുഖർജി അല്ല, അത് ദീൻദയാൽ ഉപാധ്യായ അല്ല, അത് ഹെഗ്ഡേവാർ അല്ല, അത് ഗോൾവാക്കർ അല്ല, അത് വാജ്പേയി അല്ല. കാരണം ഞാൻ പറയുന്ന വാക്ക് പോപ്പുലറായ നേതാവ് എന്നാണ്. പോപ്പുലറായ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് മോദിക്ക് വിജയിപ്പിക്കാൻ പറ്റും. മോദി ഒറ്റയ്ക്ക് നിന്നാണല്ലോ 282 സീറ്റ് 2014 കൊണ്ടുവരുന്നത്. 2019 മോദി പ്രഭാവത്തിൽ തന്നെയാണല്ലോ 303 സീറ്റ് കിട്ടുന്നത്. അപ്പം മോദിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു ആളെയും മോദി പിന്നെ ആ സംഘപരിവാറിൽ വളരാൻ വിട്ടിട്ടില്ല. BJPയിൽ ആദ്യം തന്നെ വസുന്ധര രാജെ സിന്ധ്യയെ വെട്ടി, ശിവരാജ് സിംഗ് ചൗഹാനെ വെട്ടി, യെദ്യൂരപ്പയെ മൂലക്കിരുത്തി, DHPയിൽ വെട്ടിയല്ലോ. പ്രവീൺ തൊഗാഡിയെ ആദ്യം മൂക്കിന് വെട്ടി മൂലക്കിരുത്തി ഗുജറാത്തിൽ. അതിനുശേഷം മൂപ്പര് പരിപാടികൾ തുടങ്ങിയത്. അപ്പം തൻ്റെ തലപ്പൊക്കത്തിനൊപ്പം നിൽക്കാൻ ആരെയും അനുവദിക്കത്തില്ല. മോഹൻ ഭഗവതിനൊന്നും ഒരു സേയുമില്ല. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു മുഖ്യമന്ത്രിയെ ഒരു സംസ്ഥാനത്ത് തീരുമാനിക്കുന്ന ആരാ? RSSുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് BJP ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ക്യാബിനറ്റിനെ തീരുമാനിക്കുക RSസുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. മാത്രമല്ല RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി BJPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടാകും. അയാളാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. RSS ആണ് പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുക. ഇങ്ങനെ ഒരു പരിപാടി ഇപ്പം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇല്ലാതാക്കി. മോഡി മാത്രമേ ഉള്ളൂ. മോഡി ഇവരെ ആരെയും അംഗീകരിക്കത്തുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഇത് മാത്രമല്ല, വേറൊരു കുഴപ്പം കൂടിയുണ്ട്. RSS ആണല്ലോ മുൻകാലങ്ങളിൽ BJPക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നത്, ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എവിടെയാണെന്നേ പോസ്റ്റർ ഒട്ടിക്കേണ്ട കാര്യം? എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ സ്ക്വാഡ് വർക്കൊക്കെയാണ് വളരെ പ്രധാനമായിട്ട്. എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകരെത്തും, സ്ഥാനാർത്ഥി എത്തും. ഇപ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ വീടുകളിൽ എത്താറുണ്ടോ? പാർട്ടി പ്രവർത്തകർ വീടുകളിൽ എത്താറുണ്ട്. നിങ്ങളുടെ വാട്സപ്പിലേക്ക്, നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലേക്കൊക്കെ ഈ പറയുന്ന ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗ്രാമങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. ഗ്രാമങ്ങളിൽ നിശ്ചയമായും ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവിടെയൊന്നും RSSകാർ വലിയ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല ഇപ്രാവശ്യം. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഒരു കണക്ക് പറയുന്നത്, RSSൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2015-16 5500 ശാഖകളുണ്ടായി ഇന്ത്യയിൽ പുതുതായിട്ട്. 5500 പുതിയ ശാഖകൾ 3644 ഇടങ്ങളിലായിട്ടുണ്ടായി. അതായിരുന്നു മോഡി ഇഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ശാഖകൾ വികസിച്ചു, RSSൻ്റെ മെമ്പർഷിപ്പ് വികസിച്ചു. അങ്ങനെ മോദിയിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെട്ടു. മോദി അത് നന്നായി ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള
ഒരു അധികാരിയെ RSS ഇഷ്ടപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഈ BJPയുടെ ഒരു നയമുണ്ടല്ലോ, മോദിയുടെ നയമുണ്ടല്ലോ, ആരെയും പിളർത്തി ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അത് വലിയ പ്രശ്നം RSSന്. RSS എപ്പോഴും അതിൻ്റെ ഐഡിയോളജിയിലാണ് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം RSSന് സർഫേസ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല, RSSന് ആഭ്യന്തരമന്ത്രി ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷേ HRD മന്ത്രി ആരാണെന്ന് RSSന് കൃത്യമായി അറിയും. അത് മുരളി മനോഹർ ജോഷി ആയിരിക്കും, അതിനകത്തൊന്നും സംശയമില്ല. കാരണം അവർ അവരുടെ ചരിത്ര പുസ്തകങ്ങളിലൂടെ മറ്റ് പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ അവരുടെ ആശയങ്ങൾ, ഇപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം മാത്രമാണ് എന്നല്ലേ ബാബറി മസ്ജിദിനെ കുറിച്ച് NCERTയുടെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഈ പിന്നെ അതേപോലെ അവരുടെ ഐഡിയോളജിയിൽ ആകൃഷ്ടരായിട്ട് വേണം അവരിങ്ങോട്ട് ആളുകൾ വരാൻ. അല്ലാതെ ഈ കേസിൽ കുടുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ ആളുകളെ സംഘടിപ്പിക്കുക, അതൊന്നും തന്നെ RSSൻ്റെ ഒരു രീതിയല്ല, RSSന് യോജിക്കാൻ കഴിയുന്ന രീതിയല്ല. അപ്പം മോദിയെ പക്ഷേ എതിർക്കാൻ RSSന് ഒരു നിർവാഹമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മോദിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ 240 സീറ്റ് ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയത് മോദിയെ കാരണമാണല്ലോ. അല്ലാതെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് നിങ്ങൾ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ച ഈ സീറ്റ് കിട്ടുമോ? അപ്പോൾ അതൊന്നും കിട്ടില്ല. അപ്പോൾ മോദി ആ രീതിയിൽ ഏകപക്ഷീയമായി ഉയർന്നിരിക്കുന്നു. RSS സുപ്രീമോ എന്നാണ് പറയുക. മോഹൻ ഭഗവതിനെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം വിളിക്കുക RSS സുപ്രീമോ, സുദർശനെ വിളിക്കുക RSS സുപ്രീമോ. ഇപ്പോൾ സുപ്രീമോ എന്നൊരു പ്രയോഗം തന്നെ കാരണം എല്ലാ സുപ്രീമോയും ആയിട്ട് നിൽക്കുന്ന ഒരൊറ്റയാളത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും RSSന് നരേന്ദ്രമോദിയായിട്ട് തർക്കങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്. അത് സ്വാഭാവികമായും ഒരു 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 ഇടച്ചിലേക്ക് വികസിക്കുന്നുമുണ്ട്. അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഈ മോഡി ഇവരെയൊക്കെ റിവാർഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അങ്ങനെയാണ് മോഡി RSSനെ പിടിച്ചെടുക്കുന്നത്. അതായത് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വൈസ് ചാൻസലർമാരാകും, ഗവർണർമാരാകും. ഒരു UP മന്ത്രി പറഞ്ഞു ഒരു ദിവസം രാവിലെ ഒരുത്തൻ വന്നിരിക്കുകയാണ് കാര്യാലയത്തിൽ നിന്ന്, RSSൻ്റെ കാര്യാലയത്തിൽ നിന്ന് കത്തുമായിട്ട് അറ്റൻഡൻ്റായിട്ട് നിയമിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ രീതിയിലൊക്കെ ആളുകളെ പ്ലം പോസ്റ്റുകൾ കൊടുക്കുന്നത് മുതൽ ഈ പറയുന്ന താഴത്തെ അറ്റൻഡൻറ്റ് വരെയായിട്ടുള്ള ആളുകളെ നിയമിക്കും. അങ്ങനെയൊക്കെ RSSന് റിവാർഡ് ചെയ്യും. അതൊക്കെ മോഡിയുടെ ഒരു എന്താ പറയുക, മോഡിയെ പിന്നെ എന്താ പറയുക ഏകശിലാമാനമായി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിനകത്തൊക്കെ RSSന് എതിർപ്പുണ്ടായിരുന്നു കേട്ടോ. ആ കാര്യത്തിനകത്തൊക്കെ മോഡി അല്ല അത് ചെയ്യേണ്ടിരുന്നു എന്നുള്ള നിലപാട് RSSനുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഏക്കാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ഇടച്ചിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് അവർക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. ശരി, RSS ഇടഞ്ഞോ എന്ന ചോദ്യത്തിന് എൻ്റെ അഭിപ്രായം ഇതാണ്. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്തു വരുന്നു, ശക്തമായ പ്രതികരണങ്ങൾ പരസ്യമായി നടത്തുന്നു. പക്ഷേ രണ്ടും രണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മോഹൻ ഭാഗവതാണ് മുനവെച്ച പ്രതികരണങ്ങൾ നടത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഖത്തിലേക്ക്, മോദി എന്നൊരു മുഖത്തിലേക്ക് മാത്രം മാറുന്നതിനെ RSS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശരിയായ സേവകന് അഹങ്കാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്ന് പറഞ്ഞു. മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ഇത്ര കാലങ്ങളായിട്ട് നടക്കുമ്പോഴും ഒരു ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പിന്നീട് പറഞ്ഞു. അതല്ലാതെ പിന്നെ വന്ന പ്രതികരണം ഇന്ദ്രേഷ് കുമാറിൻ്റെതാണ്. രാമനാണ് 240 സീറ്റിൽ നിർത്തിയതെന്ന് പറഞ്ഞു. പിന്നീട് അത് വിവാദമായപ്പോൾ ഇപ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില പ്രതികരണങ്ങൾ നേരത്തെയും മോഹൻ ഭാഗവതും മോദിയും തമ്മിലുള്ള ഈ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഈ വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്നും അല്ലെങ്കിൽ രണ്ടും രണ്ടാകുന്ന രൂപത്തിലേക്ക് മാറുമെന്നൊന്നും കരുതാൻ കഴിയില്ല. ആ രൂപത്തിൽ സംഘപരിവാർ സംഘടനകളിൽ ഒന്ന് തന്നെയാണ് BJP. ഈ പറയുന്ന മോദി ആയാലും RSSൽ നിന്ന് വന്നതാണ്. അപ്പോൾ നേരത്തെയുള്ള ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരും അങ്ങനെയാണ്. വാജ്പേയിയും അങ്ങനെയായിരുന്നു. വാജ്പേയി വിമർശിച്ചുകൊണ്ട് അന്നത്തെ സർസംഘചാലകർ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഘട്ടങ്ങളിൽ ചില സമയത്ത് ഒരു തിരുത്തൽ ശക്തി, തിരുത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ കോഡ്സിലാണ് പറയുന്നത്, അവരുടെ ആശയങ്ങൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ വാജ്പേയി ഇങ്ങനെയാണ് പോകുന്നെങ്കിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കും എന്ന് പറഞ്ഞു RSS. അപ്പോൾ വാജ്പേയിയുടെ മറുപടി എന്തായിരുന്നു അറിയോ? എന്നാൽ ഞാൻ ആ പാർട്ടി ചേരുമായിരുന്നു. എന്നാൽ അത്ര ബന്ധം, അങ്ങനെയാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. വാജ്പേയിയുടെ ഇമ്മീഡിയറ്റുള്ള മറുപടിയാണ് ഞാൻ ആ പാർട്ടി ചേരുന്നത്. അതായത് അപ്പോൾ രണ്ടും തമ്മിൽ അങ്ങനെ മാറിപ്പോകുന്ന ഒരു അസ്തിത്വം BJPക്ക് ഉണ്ടാവില്ല. RSSന്റെ ഭാഗമായി നിൽക്കും. RSSന് വിരുദ്ധ നിലപാടുകളുമായി BJP പോകുമ്പോൾ തിരുത്തും. ഇപ്പോൾ നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തത് നഡ്ഡയുടെ പ്രതികരണത്തിലായിരുന്നു. നഡ്ഡ അന്ന് പറഞ്ഞു RSS വേണ്ട, BJPക്ക് തന്നെ ജയിക്കാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കേണ്ടത് RSSന്റെ കൂടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രധാന ഘടകമായി പ്രവർത്തിച്ചിട്ടുമുണ്ടാകാം. അയോധ്യയിലടക്കം നടന്ന പരാജയം ആ തരത്തിൽ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇടഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഇടയിൽ രണ്ടാകുന്ന തരത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടഞ്ഞു എന്ന ചോദ്യത്തിന് നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിനികേഷ്, ഇതിനകത്ത് ഒന്ന് മോഹൻ ഭാഗവതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു. ഇന്ദ്രേഷ് കുമാർ പറയുന്നത് 240 സീറ്റിൽ ഒതുങ്ങാൻ കാരണം രാമൻ ശിക്ഷിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അഹങ്കാരത്തിനുള്ള പ്രതിഫലം BJPക്ക് കിട്ടി. രത്തൻ സദ്ധ എന്ന് പറയുന്ന RSS ഇൻ്റലക്ച്വലിൻ്റെ വിമർശനം എന്ന് പറയുന്നത് RSSൻ്റെ വിമർശകരെ കൂടി, RSSനെ എല്ലാ കാലത്തും എതിർത്തവരെ കൂടി BJPയിൽ ചേർത്തു. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ വിലയാണ് നൽകേണ്ടി വന്നത് എന്നുള്ളതാണ്. ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് അജിത് പവാറിനെ പോലുള്ളവരെ ഒപ്പം കൂട്ടിയതാണ് വലിയ തകർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ. ഇത് നാലും മോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്കെതിരായിട്ടുള്ള സംഘടിതമായ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ
അവിടെയൊക്കെ തന്നെയും RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ അയോധ്യ ആയാലും 370 ആയാലും CA ആയാലും ഇത് വേറൊരു സർക്കാരിലൂടെ RSSനെ നടപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദി അമിത്ഷായും തന്നെയാണ് RSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്, 1984 2024 ചരിത്രത്തിലെ 3 ഘട്ടങ്ങളിലാണ് 80 BJP രൂപീകൃതമായതിനു ശേഷം RSSും BJPയും തമ്മിൽ വലിയ നിലയിൽ സ്പർദ്ധ ഉണ്ടായിട്ടുള്ളത്. 1984 80 രൂപീകരിക്കപ്പെട്ട BJP അല്ല രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഗുണകരമാവുക രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് ആണ് എന്ന് വിലയിരുത്തുകയും മധ്യപ്രദേശ് ദില്ലി പോലുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് RSS കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. 2004 നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ കെ സുദർശനുമായിട്ട് ശേഖർ ഗുപ്തയുടെ വാക്ക് ദ ടോക്ക് ഉണ്ട് NDTVയിൽ. ആ വാക്ക് ദ ടോക്കിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞങ്ങളെ കേൾക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഈ ശേഖർ ഗുപ്ത ആ അഭിമുഖത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രിൻറ്റിലൊരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ സാധാരണഗതിയിൽ RSSന്റെ സർസംഘചാലകന്മാർ അഭിമുഖങ്ങൾ കൊടുക്കാറില്ല, രാഷ്ട്രീയ വിഷയങ്ങൾ പറയാറില്ല അഭിമുഖങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ. ഇത് കെ സുദർശൻ ശേഖർ ഗുപ്തയെ ബന്ധപ്പെട്ടിട്ടാണ് ഈ അഭിമുഖം നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത നൽകണമായിരുന്നു. 2004 വരെയുള്ള AB വാജ്പേയി സർക്കാർ ഞങ്ങളെ കേൾക്കാതെ പോയതുകൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന 3 ഘട്ടങ്ങളിൽ RSSന് BJPയോട് കൃത്യമായ രീതിയിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ഈ സർക്കാരിനോടുള്ള എതിർപ്പ് എങ്ങനെയായാൽ തന്നെയും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പേഴ്സണൽ റാപ്പോർട്ടിൻ്റെ പേരിലൊന്നും അല്ല സാധാരണഗതിയിൽ RSS രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അവരുടെ ഐഡിയോളജി അത് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ സ്വാഭാവികമായി വിചാരിക്കും നാഗ്പൂർകാരനല്ലേ നിതിൻ ഗഡ്കരി, RSSൻ്റെ ആസ്ഥാനത്തുള്ള വളരെ അടുപ്പമുള്ള നേതാവിനെ പ്രധാനമന്ത്രി ആക്കാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇനിയൊരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ ആക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും നല്ല ടൂള് നരേന്ദ്രമോദി, ഇത്രയും നല്ല ടൂള് അമിത്ഷാ ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ RSSനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം, ഒരു ഇൻറ്റേർണൽ കൂ നടത്തി RSSൻ്റെ ആശീർവാദത്തോടു കൂടി ഒരു ഇൻറ്റേർണൽ കൂ നടത്തി ഇവരെ പുറത്താക്കും എന്ന് കരുതാനാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ 43 സീറ്റുകളിൽ ഇന്ത്യ ബ്ലോക്ക് ജയിക്കുകയാണ്. ഏറ്റവും വലിയ മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്, ഒരു ടെക്ടോണിക് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവിടെയൊക്കെ ഏത് തരത്തിലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്? അവിടെ നമുക്ക് ഇനിയിപ്പോൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് വർഗീയ സംഘർഷങ്ങളും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും ഇല്ലാതെ BJPയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലകൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോalition ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇനി RSS ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശകലനങ്ങളുടെ അടിസ്ഥാനങ്ങളോ അധിക വായനയാണ്, തെറ്റായ വായനയാണ്. RSSൻ്റെ ആശീർവാദത്തോടുകൂടി ആഭ്യന്തര കലാപം രാജ്യത്ത് വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട് 2014 സമാനമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതെ പോകട്ടെ എന്നേ ഞാൻ കാണുന്നുള്ളൂ. RSS സ്വന്തം സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് കരുതുന്നില്ല. ഒരു നിരാശനായ അധ്യാപകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെ ഗുണദോഷിക്കുന്ന പോലെ മാത്രമേ കാണുന്നുള്ളൂ. മോശം പ്രകടനത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നു എന്ന നിലയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഒരു തെറ്റായ അധിക വായന നടത്തി RSS നരേന്ദ്രമോദിക്കെതിരാണ് എന്നൊക്കെ പറയുന്നത് RSSനെയും അല്ലെങ്കിൽ BJPയെയും അറിയാത്തവരാണ്. ശരി, സുജയ. RSS ഇടഞ്ഞിട്ടൊന്നുമില്ല. ഇടഞ്ഞു എന്ന് പറയാൻ RSS ഒരു മതയാനയൊന്നുമല്ലല്ലോ. RSS എന്ന് പറയുന്ന സംഘടന കൃത്യമായ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇടഞ്ഞോ എന്ന ചോദ്യത്തിന് തന്നെ ഇവിടെ പ്രസക്തിയുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രപരമായ രക്ഷിതാവ് എന്ന് പറയുന്നത് അത് അന്നും RSS ആണ്, ഇന്നും RSS ആണ്, നാളെയും RSS ആയിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഗുജറാത്തിൽ നിന്ന് ഒരു OBC മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി ചോയ്സിലേക്ക്, ഈ ഒരു വളർച്ചയിലേക്ക് നരേന്ദ്രമോദി തനിയെ നടന്നു
കയറിയതല്ല. നരേന്ദ്രമോദിയുടെ ആ പ്രത്യയശാസ്ത്ര പാത വെട്ടിത്തെളിച്ചു കൊടുത്തത് RSS എന്ന് പറയുന്ന സംഘടന തന്നെയാണ്. RSSകാരനായ നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തിന് പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ RSS ഇടഞ്ഞു എന്ന് നമുക്ക് ഒരു കാരണവശാലും ഇടത്തുനിന്ന് നോക്കിയാലും വലത്തുനിന്ന് നോക്കിയാലും നേരെ നോക്കിയാലും അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി RSS സർസംഘചാലക മോഹൻ ഭാഗവതും പ്രാണപ്രതിഷ്ഠയും തമ്മിലുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി 22-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടതുവശത്ത് രാംലല്ലയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാരാ, ഇരിക്കുന്ന വ്യക്തിയാരാ? ആ വ്യക്തി RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവതാണ്. രാം കാ കാം കർണ ഹേ എന്ന് നരേന്ദ്രമോദിയോട് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് പറഞ്ഞതും ആവശ്യപ്പെട്ടതും ആരാണ്? ഇതേ സർസംഘചാലകാണ്. അതാണ് കൃത്യമായി പോൾ പ്രോമിസായി പ്രകടന പത്രികയിൽ വെച്ച് നടപ്പാക്കി കൊടുത്തത്. അത് സർക്കാർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ പ്രാണപ്രതിഷ്ഠ നടപ്പാക്കി RSS പറഞ്ഞ കാര്യം എന്താണോ അത് കൃത്യമായി ഒരു താലത്തിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കുന്ന നരേന്ദ്രമോദിയും RSS തമ്മിൽ തെറ്റുമെന്നൊക്കെയുള്ളത് അത് വെറും മിഥ്യാധാരണയോ അല്ലെങ്കിൽ വ്യാമോഹമോ മാത്രമാണ്. ഇനി ജൂൺ 11-ാം തീയതി മോഹൻ ഭാഗവത് പറഞ്ഞ വാചകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മര്യാദ ആൻഡ് സായം, ഈ രണ്ട് വാക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. അതായത് ഡിഗ്നിറ്റിയും റെസ്ട്രെയിൻറ്റും. ഇത് പ്രചാരണത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയല്ലേ. 7 ഘട്ടമായി നടന്ന പ്രചാരണത്തിൽ അത് എവിടെയൊക്കെയാണ് കൈമോശം വന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു രക്ഷിതാവ്, കൃത്യമായി സർ പറഞ്ഞ അധ്യാപകരിൽ നിന്ന് ഞാനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അതായത് ഒരു രക്ഷിതാവാണ് അത് പറയേണ്ടത്. എവിടെയാണ് ഒരു വ്യതിചലനം ഉണ്ടായത് അത് കൃത്യമായി ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രതിപക്ഷത്തെ ശത്രുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ട രീതിയെക്കുറിച്ച് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മോഹൻ ഭാഗവത് പറയുന്നത്. ഒരു ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സ്വയം സേവകനാകുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നരേന്ദ്രമോദിയോട് അത് പറഞ്ഞു കൊടുത്താൽ നരേന്ദ്രമോദിക്ക് അത് കൃത്യമായി മനസ്സിലാകും. അല്ലാതെ നരേന്ദ്രമോദിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ഞാൻ പ്രധാൻ സേവകാണെന്നാണ്. അപ്പോൾ ഒരു സ്വയം സേവകനായി വളർന്നു വന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേര വരെ നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് തിരുത്തേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുമുണ്ട്. അത് തിരുത്തി ഇപ്പോഴുണ്ടായ പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും. ഇനി ജയ്പൂരിലെ പരിപാടിയിൽ RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ നടത്തിയ പരാമർശമാണല്ലോ ഈ ചർച്ചകളിലേക്കൊക്കെ, ഈ ഒരു വിഷയം എടുക്കുന്നതിലേക്ക് തന്നെ എത്തിയത് ആ ഒരു പരാമർശത്തിൽ നിന്നാണ് എന്ന് നമ്മുടെ ആമുഖമായി മാഡം അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞത് എന്താണ്? രാമനെ എതിർത്തവർ ഇന്ന് അധികാരത്തിലില്ല. സത്യമല്ലേ? ഇന്ത്യ മുന്നണി ഇന്ന് അധികാരത്തിലില്ല. രാമനെ ബഹുമാനിക്കുന്നവർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3-ാം തവണയും അധികാരത്തിലെത്തി സർക്കാർ രൂപീകരിച്ചു. ഈ വാചകം പറയുന്നതിനൊപ്പം തന്നെയാണ് രാമനിൽ വിശ്വാസമില്ലാത്തവരെ കുറിച്ച്, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ഇത്ര സീറ്റിൽ ഒതുങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാചകം മാത്രം ആ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുക്കുകയും ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞത്, അതായത് രാമനെ എതിർത്തവർ എവിടെയാണ് നിൽക്കുന്നത്, അവർ പടിക്ക് പുറത്താണ് നിൽക്കുന്നത് എന്ന് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് ചർച്ചയാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇനി മോഹൻ ഭാഗവത് ഈ ഗോരഖ്പൂരിലെത്തിയ സന്ദർശനം യോഗി ആദിത്യനാഥുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി, അരമണിക്കൂർ വീതമുള്ള 2 കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. UP-യിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പരാജയം തന്നെയാണ്. അവിടെ അതെങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടയാൾ ഇതേ രക്ഷിതാവ് തന്നെയാണ്. യോഗി ആദിത്യനാഥിനും രക്ഷിതാവ് തന്നെയാണ് മോഹൻ ഭാഗവത്. അപ്പോൾ 80-ൽ 33-ൽ ഒതുങ്ങിയതിൽ നിന്ന് 2014-ലെ 71-ലേക്കോ 2019-ലെ 62-ലേക്കോ തിരിച്ചു പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമാന്തരങ്ങളിലേക്ക് ചെന്നേ പറ്റുള്ളൂ. ആ മെക്കാനിസം ഉണർത്തുന്നത് പ്രവർത്തിക്കണം എന്നുള്ളത് ഇപ്പോൾ മോഹൻ ഭാഗവതിന്റെ ഗോരഖ്പൂരിലെ സന്ദർശനത്തിനിടയിൽ അത് കൃത്യമായി അദ്ദേഹം തന്നെ അത് പ്രസംഗങ്ങളിലൂടെ പറയുന്നുമുണ്ട്. 2025-ന് മുൻപ്, അതായത് RSSന്റെ 100-ാം വാർഷികത്തിന് മുൻപ് എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തണം എന്നുള്ളത് RSSന്റെ പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ്ലെസ് കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അത് എല്ലായിടത്തേക്കും എത്തിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്കിനെ പ്രീഡിപ്പിക്കുന്ന പരിപാടിയല്ല നമ്മുടേത് എന്ന് കൃത്യമായി പറയണമെന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ ആൻഡ് വാല്യൂസ് അത് ഇൻടാക്റ്റായി നിർത്തിക്കൊണ്ട് എന്താണോ RSS ചെയ്തു വന്നിരുന്നത് അതേ പദ്ധതി ഒരു കുറവുമില്ലാതെ, അല്പം കൂടിയാലേ ഉള്ളൂ, ആ രീതിയിൽ തന്നെയായിരിക്കും 2025-ലേക്ക് കൊണ്ടുപോവുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംഘപരിവാറിനെയും BJP-യും തമ്മിൽ തല്ലിക്കാനായിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ആ കുറുക്കൻ കൂട്ടം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് 2 പേർക്കും അറിയാം. അതുകൊണ്ട് അത് നടക്കാനും പോകുന്നില്ല, അത് സംഭവിക്കാനും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ഇന്ദ്രേഷ് കുമാറിനെ കുറിച്ച് കൂടി പറയാം. ഇന്ദ്രേഷ് കുമാർ പഞ്ചാബിലെ സമാനയിലുള്ള ആളാണ്. 1970 മുതൽ മുഴുവൻ സമയ പ്രചാരകനുമാണ്. അദ്ദേഹം മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ മാർഗ്ഗദർശകമാണ്. അപ്പോൾ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞ ഈ ഒരു വാചകം ചർച്ചയാക്കുന്നവർ ഇന്ദ്രേഷ് കുമാറിലൂടെ RSSന്റെ അടുത്ത പ്രോജക്റ്റ് എന്താണ് എന്നത് കൂടി കാത്തിരുന്ന് കാണണം. പിന്നെ ഓർഗനൈസറിലെ ലത്തൻ ശാരദ എഴുതിയത് റിയാലിറ്റി ചെക്കിനെ കുറിച്ചാണ്, അല്ലാതെ അതിൽ കൂടുതൽ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റിഫ്റ്റ് ഇല്ലാത്ത ഒന്ന് ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ഇങ്ങനെ വർണ്ണിച്ചത് കൊണ്ട് അത് ഉണ്ടാകില്ല. RSS ഇടഞ്ഞിട്ടുമില്ല. RSSും നരേന്ദ്രമോദിയും RSSും BJP-യും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആണ്, വളരെ സ്ട്രോങ്ങുമാണ്. ശരി, RSS ഇടഞ്ഞു എന്ന ചോദ്യത്തിന് യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.